മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി അൻവർ എം.എൽ.എ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി എഴുതി നൽകി. പ്രത്യേക ദൂതൻ വഴി ഇന്നലെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൈമാറിയെന്ന് അൻവർ സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പി ശശി ഹൈജാക്ക് ചെയ്യുന്നു എന്നതുൾപ്പെടെ അതീവ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഈ പരാതിയിലുള്ളത്. രേഖാമൂലം പരാതി ലഭിക്കാതെ അന്വേഷണം സാധ്യമല്ല എന്നായിരുന്നു CPIMന്റെ നിലപാട്. അതേസമയം ADGPയെ മാറ്റിയില്ലെങ്കിൽ സഖാക്കളെ അണിനിരത്തി എതിർക്കുമെന്ന് അൻവർ 24നോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ കടുത്ത വിമർശനം അൻവർ MLA തുടരുമ്പോഴും പാർട്ടിക്ക് മുൻപിൽ പരാതികളൊന്നും ഇല്ലെന്നായിരുന്നു CPIMന്റെ വാദം. ഇതോടെയാണ് അൻവർ രേഖാമൂലം പരാതി നൽകിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ദൂതൻ മുഖേന ഇന്നലെയാണ് പരാതി നൽകിയത്. പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഹൈജാക്ക് ചെയ്യുകയാണെന്നാണ് അൻവറിന്റെ ആരോപണം. RSS ADGP കൂടിക്കാഴ്ച, സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ എന്നിവയിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്കെത്താതെ പൊളിറ്റിക്കൽ സെക്രട്ടറി പൂഴ്ത്തി എന്ന ആരോപണവും അൻവർ ഉന്നയിച്ചിരുന്നു. ഈ പരാതികളിൽ അന്വേഷണം വേണമെന്നാണ് അൻവറിന്റെ ആവശ്യം. ഓരോന്നും എണ്ണി പറയുന്നുണ്ട്. അതിപ്പോ ഈ ഒരു ഘട്ടത്തില് പാർട്ടിക്ക് നൽകിയ ഒരു കോൺഫിഡൻഷ്യൽ ലെറ്റർ ആയതുകൊണ്ട് അതിപ്പോ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. പി ശശിയെ സംബന്ധിച്ച് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ അജിത് കുമാറിന്റെ കരാള ഹസ്തങ്ങൾക്ക് പിന്നിൽ പി ശശി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അൻവർ രേഖാമൂലം പരാതി നൽകിയതോടെ പി ശശിയുടെ കാര്യത്തിൽ CPIMന് ഇനി നിലപാട് വ്യക്തമാക്കേണ്ടി വരും. 24 മലപ്പുറം.